ഹലോ ഗൈസ്, അങ്ങനെ നമ്മളൊരു പുലർച്ചെ 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് റൂമിലെത്തിയത്. ഞങ്ങളെത്തുമ്പം ഐസ് വീശാനൊക്കെ നല്ല ഉറക്കം. ആവിയനാണെങ്കിൽ ഇവരെ കണ്ടാൽ പിന്നെ വേറെ ആരെയും വേണ്ട. അങ്ങനെ വന്നതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്ത് നമ്മൾ രാവിലെ എണീറ്റ് ഫ്രഷായൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു 8 മണി. ഗോവയിൽ തന്നെ വേരെന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്ത്യൻ നേവൽ ഷിപ്പിന്റെ ഗസ്റ്റ് റൂമിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഇവിടെയായിരുന്നു പോസ്റ്റിംഗ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇവിടത്തേക്ക് വന്നു. ഇവിടുത്തെ രാവിലത്തെ വ്യൂ കാണാൻ നല്ല രസമാണ്. വിൻഡോ തുറന്നു കഴിഞ്ഞാൽ നേരെ ബീച്ചിലേക്കാണ് നോക്കുക. നമ്മളെ മക്കൾ 3 രാവിലെ ആകുമ്പോഴത്തേക്ക് ജനലിന്റെ സൈഡിൽ പോയി നമുക്ക് ഫുഡൊക്കെ റൂമിൽ തന്നെ സെറ്റാക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. ഏച്ചി രാവിലെ തന്നെ ഫുഡൊക്കെ റെഡിയാക്കി രാവിലെ ഏട്ടൻ ഇവിടെ ചായ കുടിക്കുകയാണ് കേട്ടോ. പുട്ടുണ്ട്, ചപ്പാത്തി ഉണ്ട്, കടലക്കറി ഉണ്ട്, മുട്ടക്കറി ഉണ്ട്. എല്ലാം രാവിലെ തന്നെ എല്ലാം സെറ്റാക്കി ഇയാൾ കുടിക്കുക. ഇവൻ്റെ തീറ്റ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല ഇവൻ തിന്നാനായിട്ടാണോ വന്നേന്ന്. അങ്ങനെ വിചാരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഏറ്റവും റൂമിലിരുന്ന് പിന്നെ ഞാനും ഐസും മിഷാനും സാവിയവും കൂടി പാർക്കിലേക്ക് പോയെ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ പാർക്കും സ്വിമ്മിംഗ് പൂളും എല്ലാം അവൈലബിൾ ആണ്. പാർക്കിൽ പോയി വരുമ്പോഴത്തേക്ക് വെയിൽ കൊണ്ട് കരിഞ്ഞ് ഗൈസ്. നമ്മുടെ നാട്ടിനേക്കാളും സീനാണ് അടുത്ത വെയിലും ചൂടും. പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ വന്ന കാര്യത്തിലേക്ക് കിടക്കണ്ടേ. അതേ ഗോവ കറങ്ങണം. അങ്ങനെ ഗോവ കറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ പോയത് മാഗോസ് ഫോർട്ടിലാണ്. കാറ് നമ്മൾ ഇവിടുന്ന് റെന്റിന് എടുത്താണ് കേട്ടോ. കാറുള്ളത് കൊണ്ട് സുഖമായിരിക്കും, നമുക്ക് എല്ലാവരുടെയും പോയി വരാനൊക്കെ എളുപ്പമായിരിക്കും. നമ്മളിതാ റേസ് മാഗോസ് ഫോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഫോർട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ ബാഗ ബീച്ചിലേക്കാണ് പോകുന്നത്. ബാഗ ബീച്ചിലാണെങ്കിൽ ഭയങ്കര തിരക്ക്. ഫുള്ള് തിരക്കാണെങ്കിലും ഇവിടുത്തെ ബീച്ചിൽ നിന്ന് കളിക്കാനൊരു സുഖമാണല്ലേ. കുറേ നേരം ബീച്ചിൽ നിന്നൊക്കെ കളിച്ച് സൂര്യാസ്തമയമൊക്കെ കഴിച്ച് നമ്മൾ നേരെ റൂമിലേക്ക് പോയിട്ടോ. കുറേ വീഡിയോ ഒക്കെ ഞാൻ മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഡേ 1 നമ്മൾ റേസ് മാഗോസ് ഫോർട്ടിലും അതുപോലെ തന്നെ ബാഗ ബീച്ചിലും വന്നത്. ബാക്കി എല്ലാ വീഡിയോസും ഞാൻ വഴിയെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ കാണാൻ മറക്കരുത്. എല്ലാ വീഡിയോസും നിങ്ങൾ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.